ഹലോ ഗായ്സ്, ഞാൻ ടുഡേ ഞാൻ നേരെ പോയത് ചേച്ചിൻ്റെ അടുത്തേക്കാണ് കേട്ടോ. ചേച്ചിക്ക് ഇന്നൊരു ദിവസം ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടിയിട്ട് മക്കളെ നോക്കാൻ വേണ്ടിയിട്ട് പോവാണേ. കൊടിക്കാട്ടുപാറയാണ് അവളുടെ വീട്. നമ്മൾ കയറിയ ബസ് അതാ അവിടെ കറക്റ്റ് സ്റ്റോപ്പിൽ ഇറങ്ങിയപ്പോൾ തന്നെ ബ്രേക്ക് ജാം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഐശ്വര്യേ പിന്നെ അതാ വീട്ടിലെത്തി. ചേച്ചി ഇതാ പോയിട്ടുണ്ട്. ഞാൻ എത്തിയ ഉടനെ പിന്നെ മക്കൾക്ക് രണ്ടുപേർക്കും ചായയൊക്കെ കൊടുത്ത് അവരോട് കുറച്ചധികം നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ. പിന്നെ ചേച്ചീൻ്റെ അവിടെ നല്ല റംബൂട്ടാനുണ്ട്, പഴുത്ത് വരുന്നേ ഉള്ളൂ. പിന്നെ മഞ്ചാടീൻ്റെ അടുത്ത് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ കശീൻ്റെ കൂട്ടുകാരനും ഭയങ്കര വർത്താനാണ്. ഇതൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ മഞ്ചാടി കരഞ്ഞുകൊണ്ട് വരുന്നുണ്ട് കേട്ടോ. കാലിന് ചെറിയൊരു മുറി പറ്റി. ആ മുറി ഡ്രസ്സ് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞപ്പോഴാണ് കേട്ടോ അവൾ കരച്ചിലൊന്നും നിർത്തിയത്. പിന്നെ കാശ് ഒരു കാര്യമില്ലാതെ ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് റേഞ്ച് കിട്ടണമെങ്കിൽ താഴത്തെ വീട്ടിലേക്ക് പോകണേ. അതാണ് അവസ്ഥ, അവിടെ തീരെ റേഞ്ചില്ല. പിന്നെ ഒരു വൈകുന്നേരം സമയമായപ്പോഴത്തേക്ക് മക്കളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കളിക്കാൻ. പിന്നെ കളിയൊക്കെ കഴിഞ്ഞ് അധികം വൈകാതെ മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു. മഴയത്താണ് കേട്ടോ ചേച്ചി വന്നത്. ചേച്ചി വന്ന് ഞങ്ങൾക്ക് നല്ല കാപ്പിയും ന്യൂഡിൽസൊക്കെ ഉണ്ടാക്കി തന്നു. അത് കഴിച്ച് പിന്നെ ഞാൻ ഇറങ്ങാനായപ്പോൾ മഞ്ചാടി ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ, പോകണ്ടെന്നും പറഞ്ഞിട്ട്. അപ്പോൾ ഭയങ്കര സങ്കടം തോന്നി കേട്ടോ. പിന്നെ പോകുന്ന വഴിക്ക് പപ്പനെ കണ്ടായിരുന്നു, ചേട്ടായി കണ്ടോ കൊണ്ടുവിട്ടത്. പിന്നെ നേരെ ഡ്യൂട്ടിക്ക് കയറിട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.